എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ചീസ് ഓംലേറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത് ഒരു സവാള ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, തക്കാളി, പിന്നെ ചീസ്. ഞാൻ 2 മുട്ട എടുക്കുന്നത്, നിങ്ങൾക്ക് 3 മുട്ട എടുക്കാം. പെപ്പർ പൗഡർ, ഉപ്പ്. എന്നിട്ട് ഈ ഉപ്പൊക്കെ ഇട്ട് ഇതിനെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ നല്ലപോലെ അടിച്ച് പതപ്പിച്ചെടുക്കുക. ഇപ്പോൾ എൻ്റെ ഇല്ല, ഞാനൊരു എഗ് ബീറ്റർ ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് എടുത്തിട്ട് എന്നിട്ട് ഇതേപോലെ അടിച്ചാൽ മതി. നല്ല പതഞ്ഞ് വരും. നല്ല അടിച്ച് പതപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലഫി ഓംലേറ്റ് ആയിരിക്കും കേട്ടോ. ഒരു പരന്ന തവ എടുക്കുക. അതിനകത്ത് സൺഫ്ലവർ ഓയിൽ, ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിൽ. തവ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അടിച്ച് പതപ്പിച്ച് വെച്ച എഗ്ഗിനെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് പരത്തി, എല്ലായിടത്തും ഒന്ന് പരത്തി എടുക്കുക. ലോ ഫ്ലെയിമിൽ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അറിയാം, ഞാനിപ്പോൾ അമൂലിൻ്റെ സ്ലൈസ് ചീസിനെ ചെറുതായിട്ട് മുറിച്ചാണ് ഇടുന്നത്. നിങ്ങൾക്ക് ചെഡാർ ചീസ് ഉണ്ടെങ്കിൽ ഗ്രൈൻഡ് ചെയ്തിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ അതേപോലെ വിരിച്ചങ്ങിടാം. ഞാൻ മുറിച്ചിടുന്നത് എല്ലായിടത്തും ഒരു ചീസേ കിട്ടിയുള്ളൂ കേട്ടോ. അതെല്ലായിടത്തും കിട്ടാൻ വേണ്ടിയാണ് ഞാനത് മുറിച്ചിടുന്നത്. ചീസൊക്കെ ചെറുതായിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്ത് ഇതിനെ മണക്കെടുക്കണം. തിരിച്ചിടരുത്. ഞാൻ പ്രത്യേകം ഒരു കാര്യം, ചീസ് ഇട്ടതാണ്, തിരിച്ചിടരുത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, എങ്കിലും ഒന്ന് ഓർമ്മിച്ചതേ ഉള്ളൂ. ഇനി കുറച്ച് കുരുമുളക്. ക്രഷാണ്, പൗഡറിനേക്കാൾ നല്ല ക്രഷാണ്. പൗഡറും കുഴപ്പമൊന്നുമില്ല. നെയ്യിലൊന്ന് തൂക്കി കൊടുക്കുക. ഇപ്പോൾ ചീസൊക്കെ ഒരുമാതിരി മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട്, ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്കിതിനെ തിരിച്ചിടണം കേട്ടോ. ഇനി കുറച്ച് നേരം കിടന്ന് ഒന്നുകൂടെ ഒന്ന് ചീസ് ഒന്ന് ഹീറ്റായി മെൽറ്റാവുന്ന വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിൽ മാറ്റിയിട്ട് കട്ട് ചെയ്ത് കഴിക്കാം. നമ്മുടെ ചീസ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് തവയിലോട്ട് മാറ്റി വേണം. നമ്മുടെ ചീസ് ഓംലേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടൊരു ഓംലേറ്റ് ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് പൊട്ടറ്റോ ആഡ് ചെയ്യാം. അപ്പോൾ നല്ല ഇച്ചൂടെ ഫ്ലഫി ആയിട്ട് വരും. 3 മുട്ട ഇട്ടാൽ ഇച്ചൂടെ റിച്ച് ആയിരിക്കും. ഓംലേറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചീസൊക്കെ നല്ല അടിപൊളിയായി, ചീസൊക്കെ നല്ല അടിപൊളിയായിട്ട് മെൽറ്റായിട്ടുണ്ട്. ചീസിന്റെ അസാധ്യ സ്വാദം.